ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണം നടത്തിയതിനു പിന്നാലെ സമ്പൂർണ്ണമായും ഇറാൻ തങ്ങൾക്ക് കീഴ്പ്പെടണമെന്ന് ട്രംപ്. ഇതുവരെ തങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ചില സ്ഥലങ്ങളിൽ ആക്രമണം നടത്തും, വലിയ നാശമുണ്ടാക്കും, ഒരുപാട് ജീവനുകൾ നഷ്ടമാകുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിൽ മിന്നലാക്രമണത്തിൽ ഇറാന് കറുത്ത നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ സമ്പൂർണ്ണ നാശം പരിഗണനയിലെന്നും അതിശക്തമായ ആക്രമണം ഇനിയും ഉണ്ടാകുമെന്നും US പ്രസിഡന്റ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ യുദ്ധം ചെയ്യുന്നതിന് US വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അലി ലാരിജാനി അറിയിക്കുന്നത്. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ US പരാജയപ്പെടുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ സമ്പൂർണ്ണ നാശമാണ് ലക്ഷ്യമെന്നും ഇതുവരെ ആക്രമണം നടത്താൻ ആലോചിക്കാത്ത സ്ഥലങ്ങളിലും ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ട്രംപ് അറിയിച്ചു. അയൽ രാജ്യങ്ങൾ ആക്രമിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഇന്ന് പശ്ചിമേഷ്യയ്ക്ക് ഭീഷണി അല്ല എന്നും ഒരു പരാജിത രാജ്യമാണ് എന്നുമാണ് ട്രംപിന്റെ വാദം. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടെ ചുറ്റുമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് ഇറാൻ തോൽക്കുന്നത് ആദ്യമാണെന്നും ട്രംപ് പറയുന്നു. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയതോടെ രാജ്യാന്തര വ്യാപാരത്തിൽ ഏറെ നിർണായകമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനായിരുന്നു ഇറാന്റെ തീരുമാനം. ഇത് അടച്ചതോടെ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ 1/5 വ്യാപാരമാണ് നിലച്ചത്. ഇറാന്റെ ഈ നീക്കത്തിലൂടെ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല എങ്കിൽ രാജ്യാന്തര തലത്തിൽ വളം പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് ആശങ്ക. അങ്ങനെ ഉണ്ടായാൽ വലിയ ഭക്ഷണ പ്രതിസന്ധിയും വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വളം നിർമ്മാണത്തിന് ആവശ്യമായ യൂറിയ, സൾഫർ, അമോണിയ തുടങ്ങിയ മൂലകങ്ങളുടെ പ്രധാന ഉൽപാദകരാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. പ്രധാനമായും സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE എന്നീ രാജ്യങ്ങളാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. യുദ്ധം നടക്കുന്ന ഇറാൻ ആകട്ടെ ലോകത്തിലെ അമോണിയ ഉൽപാദനത്തിൽ 3ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. പ്രതിസന്ധി ഇനിയും രൂക്ഷമായാൽ ഇത്തരം മൂലകങ്ങളുടെ ഉൽപാദനവും വിതരണവും മുടങ്ങും. ഇത് രാജ്യാന്തര തലത്തിൽ വലിയ കാർഷിക പ്രതിസന്ധി ഉണ്ടാക്കും. ഭക്ഷ്യസാധനങ്ങളുടെ ഉൽപാദനം കുറയും. പണപ്പെരുപ്പവും വിലക്കയറ്റവും പിന്നാലെ ഉണ്ടാകും. രാജ്യാന്തര വളം വ്യാപാരത്തിന്റെ 1/3 ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിലുണ്ടാകുന്ന തടസ്സങ്ങൾ വലിയ ആഘാതമുണ്ടാക്കും. ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും കർഷകർ നടിയിൽ തുടങ്ങുന്ന മാസങ്ങളിൽ തന്നെ പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ്. ഇത് സ്ഥിതി രൂക്ഷമാക്കുന്നു. നടിയിൽ വൈകുന്നത് വിളവെടുപ്പിനെയും സാരമായി ബാധിക്കും. പ്രതിസന്ധി മണത്തതോടെ ലോകത്തിന്റെ പലയിടങ്ങളിലും വളം വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. ലോകത്തിലെ വളം ഉൽപ്പന്നങ്ങളുടെ പ്രധാന ഉൽപാദകരായ റഷ്യയെ ആശ്രയിക്കുക എന്നതാണ് മുന്നിലുള്ള മറ്റൊരു മാർഗം. എന്നാൽ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി മറികടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് കഴിയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഉൽപാദനത്തിലെ തടസ്സം, പ്രാദേശിക ആവശ്യങ്ങൾ, കയറ്റുമതിയിലെ നിയന്ത്രണങ്ങൾ എന്നിവയാണ് റഷ്യയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി. എന്നാൽ താൽക്കാലികമായി ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ റഷ്യയ്ക്ക് കഴിഞ്ഞേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ജോർദാൻ, ഈജിപ്ത്, മൊറാക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചെങ്കടലിൽ ഹൂതി വിമതന്മാരുടെ ഭീഷണിയുള്ളത് മറ്റൊരു പ്രതിസന്ധിയാണ്. പ്രതിസന്ധി പരിഹരിക്കാതെ തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മൺസൂണിന്റെ തുടക്കത്തോടെ രാജ്യത്ത് ആരംഭിക്കുന്ന ഖാരിഫ് സീസണിലാകും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനും ഖാരിഫ് വിളകളുടെ നടിയിൽ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഖാരിഫ് സീസണിലേക്ക് ഇനിയും സമയമുണ്ടെങ്കിലും ഇതിലേക്ക് വേണ്ട വളം ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇവ മുടങ്ങിയാൽ സ്ഥിതി രൂക്ഷമാകും. വളം നിർമ്മാണത്തിൽ നിർണായകമായ പാചകവാതക ഇറക്കുമതി മുടങ്ങുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വളം ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. 20 ലക്ഷം ടൺ വളമാണ് പ്രതിമാസം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് കണക്ക്. രാജ്യത്തിന് ആവശ്യമായ പൊട്ടാഷ്യം വളങ്ങളുടെ 100%, ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ 60% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. ഇവയുടെ വരവ് മുടങ്ങുന്നത് രാഷ്ട്രീയ വിഷയമായി മാറാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.